ഹായ് എവ്രി വൺ, വെൽക്കം ടു സമഗ്ര അക്കാദമി. അപ്പോൾ നമ്മൾ HSA ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന ആ ഒരു ടോപ്പിക്കില് നമ്മൾ ആ ഒരു മൊഡ്യൂളിനെ തന്നെ നമ്മൾ 3 സെക്ഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതിൽ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ ആ ഒരു സെക്ഷനിലേക്ക്, അതായത് വേവ്സ് ആൻഡ് ഓസിലേഷൻ എന്ന +1 ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ടോപ്പിക്കുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ നോക്കാം. അതില് നേരിട്ട് ടോപ്പിക്ക് പറഞ്ഞിട്ടുള്ളത് ഏതാന്ന് വെച്ചാല് നമ്മുടെ ഓസിലേഷനെ കുറിച്ചിട്ടാണ്. അതായത് വേവ്സും അതിന്റെ ഓസിലേഷനും ഒക്കെ അതിൽ വരുന്ന സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഓസിലേഷൻ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അപ്പോ ഇതില് സെറല ഹാർമോണിക് ചലനം എന്താന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ആ ഒരു ടേംസ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് മുതലൊക്കെ നമ്മൾ സിലബസിലനുസരിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അല്ലെങ്കിൽ SHM നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും, അല്ലെങ്കിൽ സരള ഹാർമോണിക ചലനം. എക്സാമിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള ടേം ആയിരിക്കും ഉപയോഗിക്കാൻ ചാൻസ് കൂടുതൽ. എന്തായാലും നിങ്ങൾ ആ മലയാളം ടേമും ഇംഗ്ലീഷ് ടേമും ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അതെന്താന്ന് വെച്ചാല് ക്രമാവർത്തന ചലനങ്ങളിലുള്ള ഒരു വസ്തുവിന്റെ ത്വരണം സന്തുലിത സ്ഥാനത്ത് നിന്നുള്ള സ്ഥാനാന്തരത്തിന് ആനുപാതികവും സന്തുലിത ബിന്ദുവിന്റെ ദിശയിലുമാണെങ്കിൽ ആ വസ്തു സരള ഹാർമോണിക ചലനത്തിലാണെന്ന് പറയാം. അതായത് നമുക്കിങ്ങനെ ഡെഫിനേഷൻ ഒക്കെ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ ആയിട്ട് തോന്നും. പക്ഷെ അങ്ങനെ കാര്യമായിട്ട് എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ത്വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ക്രമാവർത്തന ചലനം എന്ന് പറഞ്ഞ പീരിയോഡിക് മോഷൻ അല്ലെ. ഒരു പീരിയോഡിക് മോഷനിൽ ഉള്ള ഒരു വസ്തുവിനുള്ള ഒരു ത്വരണം ഉണ്ടാവും. ആ ത്വരണം എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾക്ക് അതിനെ A എന്ന് പറയാം. ത്വരണം എന്നുള്ളതിന് എന്തുമായിട്ട് അനുപാതത്തിലാണെന്ന് പറഞ്ഞത്? അനുപാതം എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണൽ അല്ലേ. എന്തുമായിട്ടാണ് അനുപാതത്തിലുള്ളത്? സ്ഥാനാന്തരത്തിന്. അതിന് നമുക്ക് X എന്ന് കൊടുക്കാം. പിന്നെ സന്തുലിത ബിന്ദുവിന്റെ ദിശയിലുമാണെങ്കിൽ ആ വസ്തു സരള ഹാർമോണിക ചലനത്തിലാണെന്ന് പറയാം. അപ്പോൾ A എന്ന് പറയുന്നത് എക്സിനോട് പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ത്വരണം സ്ഥാനാന്തരത്തിന് പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത്തരം ചലനങ്ങളെ സരള ഹാർമോണിക ചലനങ്ങൾ എന്ന് പറയാം. നമുക്കറിയാം എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ dx/dt നമ്മൾ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്നാ പറയാറ്. അതുപോലെ തന്നെ dv/dt നമ്മൾ ത്വരണം എന്ന് പറയും. ഈ dv/dt എന്നുള്ളതില് വിക്ക് പകരം നമ്മൾ ഈ dx/dt ആണ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനെ നമുക്ക് എങ്ങനെ മാറ്റിയിട്ട് എഴുതാം? d/dt ഓഫ് v അല്ലേ. അപ്പൊ v എന്നുള്ളതിന് പകരം വീണ്ടും dx/dt എന്ന് എഴുതാം. അതായത് d²x/dt എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ശരിക്കും a പ്രൊപ്പോർഷണൽ ടു x എന്നുള്ളതിന് പകരം d²x/dt² പ്രൊപ്പോർഷണൽ ടു x എന്ന് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. അപ്പൊ ഇതും A പ്രൊപ്പോർഷണൽ ടു x എന്നുള്ളതും എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ്? നമുക്ക് സരള ഹാർമോണിക ചലനത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് എന്ന് പറയാം. ഇനി എന്താ പറയുന്നത്? എല്ലാ ക്രമാവർത്തന ചലനങ്ങളും സരള ഹാർമോണികമല്ല. നമുക്കറിയാം അല്ലെ, എല്ലാ പീരിയോഡിക് മോഷന്റെയും ത്വരണം എന്ന് പറയുന്നത് ഇതിന് പ്രൊപ്പോർഷണൽ ആയിക്കൊള്ളണമെന്നില്ല, സ്ഥാനാന്തരത്തിന് ആനുപാതികമായിക്കൊള്ളണമെന്നില്ല. ചലന വസ്തുവിന്റെ സ്ഥാനാന്തരം ഒരു സിനുസോയിഡൽ ഫലനമാണെങ്കിൽ അത്തരം ചലനങ്ങളെല്ലാം സരള ഹാർമോണിക ചലനങ്ങളായിരിക്കും. അപ്പൊ ഒരു വസ്തുവിന്റെ ചലനത്തെ നമുക്ക് സൈൻ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷന്റെ ഒക്കെ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? സരള ഹാർമോണിക ചലനങ്ങളാണ് എന്ന് പറയാൻ പറ്റും. അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്വരണം എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തിന് അനുപാതികമായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ അതാ ഇവിടെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ സിനുസോയിഡൽ ഫംഗ്ഷൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈനിന്റെ ഒക്കെ ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം? അത് സരള ഹാർമോണിക ചലനങ്ങളാണെന്ന് പറയാം. നമ്മൾ സ്ഥാനാന്തരത്തിനെ x(t), x എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ സ്ഥാനാന്തരം. അത് ഓഫ് ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, x(t). അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്ഥാനാന്തരം സമയത്തിനനുസരിച്ചാണ് മാറുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പീരിയോഡിക് മോഷൻ ആയാലും അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയാലും സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനാണ് x(t) എന്ന് എഴുതിയിട്ടുള്ളത്. = a cos ω(t + φ) എന്ന രീതിയിലാണ് ഒരു സരള ഹാർമോണിക ചലനം റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ x(t) എന്ന് പറയുന്നത് സ്ഥാനാന്തരം x
സമയം ടിയുടെ ഫലനമായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? സ്ഥാനാന്തരം എക്സ്, ഇതാണ് സ്ഥാനാന്തരം അല്ലെ. അത് ടിയുടെ ഫലനമായിട്ട് അല്ലെങ്കിൽ ടിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ സ്ഥാനാന്തരത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിലെ എ എന്ന് പറയുന്നത് ആയതിയാണ്. ആയതി എന്ന് പറയുന്നത് എന്താ? വസ്തുവിന്റെ, ഇതാണ് വസ്തുവിന്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിചാരിക്കാം. അതായത് റെസ്റ്റിലായിരിക്കുമ്പോൾ പോയിന്റ് എന്ന് വിചാരിക്കാം. അതിന്റെ ഇരുവശങ്ങളിലേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. അപ്പൊ ഇവിടുന്ന് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം മുകളിലേക്ക് എത്ര പോകും അല്ലെങ്കിൽ താഴോട്ട് എത്ര പോകും എന്നുള്ളതാണ് ഇതിന്റെ പരമാവധി സ്ഥാനാന്തരം. ഇതൻ ആണ് അതിന്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ നിന്നും അതിന് എത്രത്തോളം സ്ഥാനാന്തരം ഉണ്ടാവുന്നുണ്ട് അതിനെയാണ് ആയതി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എ എന്ന് പറയുന്നത് ആയതിയാണ്. അപ്പോ ഇവിടെ എ 5 ആണെന്ന് കാണിച്ചാൽ ഇവിടെ എന്തായിരിക്കണം? 5 ആയിരിക്കണം. നമ്മുടെ വേവ് ഇങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 5ഉം ഇവിടെ -5ഉം ആയിരിക്കണം നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു വേവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യണം? ആയതി 5 ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് 5ഉം ഈ പോയിന്റ് -5ഉം ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം എന്ന് അർത്ഥം. ഇനി ഒമേഗ എന്ന് പറയുന്നത് കോണീയ ആവൃത്തി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ t+5 എന്ന് പറയുന്നത് അതിന്റെ ഫേസ് ആണ്. ഈ ഫൈനെയാണ് ഫേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സമയത്തിനനുസരിച്ച് ആണ് വ്യത്യാസപ്പെടുന്ന ഈ ω t+5 ആണ് ചലനത്തിന്റെ ഫേസ് എന്ന് പറയുന്നത്. അതായത് ഫേസ് എന്താന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു ഡെഫിനേഷൻ ആയിട്ടില്ല. പക്ഷെ ആംഗുലാർ ഫ്രീക്വൻസിയും അതിന്റെ ആ ഫേസ് കോൺസ്റ്റന്റും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ടേമിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഫേസ് ആ ഫേസ് കോൺസ്റ്റന്റ് -π/4 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇതാ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതുപോലെ തന്നെ φ 0 ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫേസ് സ്ഥിരാങ്കമാണ് φ. ഈ ω t+5 എന്നുള്ള ടേമിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. അത് എന്താണ്? സമയത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ എക്സിനനുസരിച്ചിട്ട് ഒരു വേവ് ഇത് കണ്ടോ? എക്സ് ആക്സിസും ടൈം ആക്സിസും വെച്ചിട്ടാണ് നമ്മളിപ്പോ ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വേവ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ x(t) എന്ന് എഴുതാൻ കാരണം. അപ്പൊ ഇതാണ് സരള ഹാർമോണിക ചലനം എന്ന് പറയുന്നത്. അതിന്റെ സ്ഥാനാന്തരത്തെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താണ് സ്ഥാനാന്തരത്തിന് നമ്മൾ x(t) a cos ω t+5 എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഇനി എന്താ പറയുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ അതിന്റെ സ്ഥാനാന്തരം പറഞ്ഞു, സരള ഹാർമോണിക ചലനത്തിന്റെ സ്ഥാനാന്തരം പറഞ്ഞു. അതിലെ എ എന്താ, ഒമേഗ എന്താന്നൊക്കെ പറഞ്ഞു. ഇനി ഈ സരള ഹാർമോണിക ചലനത്തിന്റെ തന്നെ വേറെ കുറച്ച് ടേമുകളുടെ എക്സ്പ്രഷൻസ് ആണ്, അതായത് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഭാഗമേ ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചെടുത്തേ പറ്റൂ. കാരണം അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, രണ്ടിനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം ഇക്വേഷൻസ് ഇതിൽ പഠിച്ചെടുക്കാനുള്ളത് കൊണ്ട് ചെറിയൊരു ടോപ്പിക് മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സരള ഹാർമോണികളിലെ SHMന്റെ ആവൃത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോണീയ ആവൃത്തി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω = 2π/t ആണ്. അല്ലെങ്കിൽ ω = 2πf എന്ന് വേണമെങ്കിൽ പറയാം. f 1/t ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ 2π/t എന്നും റെപ്രസെന്റ് ചെയ്യാം. ω = 2πf അല്ലെങ്കിൽ 2π/t എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ കോണീയ ആവൃത്തിയുടെ യൂണിറ്റ് റേഡിയൻ/സെക്കൻഡ് ആണ്. എന്താണ്? റേഡിയൻ/സെക്കൻഡ്. ഇനി നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ കോണീയ ആവൃത്തി കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രവേഗം. SHMന്റെ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രവേഗം. ഈ പ്രവേഗം എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ടൈമിന്റെ ഫംഗ്ഷൻ ആണ്. കാരണം നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സരള ഹാർമോണിക ചലനത്തിന്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് a cos ω t+5 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കറിയാം dx/dt ആണ് v. അതായത് ടൈമിനനുസരിച്ച് ഈ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് v അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും? നമുക്ക് ഇതിനെയും ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എ എന്ന് പറയുന്ന ആയതി ടൈമിനനുസരിച്ച് മാറുന്നില്ല. അപ്പൊ അത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ cos ω t+5 എന്നുള്ള ടേം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഈ കോസിന്റെ ഡിഫറൻസിയേഷൻ എടുത്താൽ മതി. അപ്പൊ കോസിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ -sin ω t+5 എന്ന് വരും. ഈ cos ω t+5 മാത്രമേ
ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഉള്ളൂ. എ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതുപോലെ എഴുതി. കോസ് ഒമേഗ ടി പ്ലസ് ഫൈവിന്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ ടൈമിനനുസരിച്ചുള്ള ഡിഫറൻസിയേഷൻ എടുക്കുന്ന സമയത്ത് മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. പിന്നെ ഈ ടിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഒമേഗ കൂടി ഉണ്ട്. അപ്പൊ അതും ഒരു കോൺസ്റ്റന്റ് ആയി കണ്ട് നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ വി എന്നുള്ളതിനെ മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ഒരു സരള ഹാർമോണിക ചലനത്തിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. സരള ഹാർമോണിക ചലനത്തിന്റെ പ്രവേഗം കണ്ടുപിടിക്കാനുള്ള അല്ലെ പ്രവേഗത്തിന്റെ ഇക്വേഷൻ ആണ് മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത്. ഇനി ഇതിന് നമുക്ക് മൈനസ് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിലും റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. രണ്ട് ഫോമിലും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എന്തായാലും ആ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ത്വരണം എന്ന് പറയുന്നത് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ് അല്ലെ. അപ്പോ ഈ വിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് പറയുന്നത് മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പൊ ഇതിനെ ടൈം അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് ഒമേഗ എ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ബാക്കി എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളൂ, സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. അതിൽ മാത്രമേ ടീന്റെ ടേം വരുന്നുള്ളൂ. അപ്പൊ അതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഈ ഒമേഗ ഇൻറ്റു എ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് ഇക്വേഷൻ. അതിൽ ഒമേഗ എ എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. പിന്നെ ഈ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവില് മാത്രമേ ടി എന്ന ടേം വരുന്നുള്ളൂ. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈനിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് കോസ് ആണ്. അപ്പൊ സൈൻ തീറ്റയുടെ ഡിഫറൻസിയേഷൻ കോസ് തീറ്റയാണ്. ഇവിടെ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പൊ നമ്മളിവിടെ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതുന്നു. കൂടെ ടൈമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേം ഉണ്ട്. അപ്പൊ ആ ടേം നമ്മൾ എഴുതേണ്ടതുണ്ട് അല്ലെ. അല്ലെങ്കിലും ഡി ബൈ ഡി ടി ഓഫ് നമ്മൾ ജനറൽ ആയിട്ട് പറയാറുണ്ട് ഡി ബൈ ഡി ടി ഓഫ് 2x എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് മാത്രമാണ്. ഡി ബൈ ഡി ടി ഓഫ് 2x സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2x ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഡിഫറൻസിയേഷൻ വരുന്നത്. ഡിഫറൻസിയേഷൻ എന്താണ് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് ഇത്രയും മനസ്സിലാക്കുക. സൈനിന്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ കോസ് ടേം ആണ് വരിക. പിന്നെ നമ്മൾ ഏത് വെച്ചിട്ടാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ടേമും കൂടെ നമ്മൾ എടുത്തെഴുതണം. അപ്പൊ മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. ഇവിടെ നോക്കൂ, ഇതിനെ മൈനസ് ഒമേഗ ഇൻറ്റു ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്ക് കിട്ടിയപ്പോ ആക്സിലറേഷൻ ഉണ്ടല്ലോ, ആ ആക്സിലറേഷനെ തന്നെ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നല്ലേ. ഈ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ളത് എക്സ് ആണ്. എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് എക്സ് ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ത്വരണത്തെ ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ കൂടി റെപ്രസെന്റ് ചെയ്യാം? എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എക്സ് ആണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സ്ലൈഡ് നമുക്ക് വെച്ചാൽ മനസ്സിലാവും. എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് എക്സ് ആണ്. അല്ലെങ്കിൽ സരള ഹാർമോണിക മോഷന്റെ ചലനത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ എക്സ് ഓഫ് ടി എന്ന് എഴുതിക്കൂടെ? ഇവിടെ അപ്പൊ ഈ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എ പ്രൊപ്പോർഷണൽ ടു എക്സ്, അല്ലെങ്കിൽ ത്വരണം സ്ഥാനാന്തരത്തിന് പ്രൊപ്പോർഷണൽ ആണ്, ആനുപാതികമാണ്, നമ്മൾ ഇവിടെ തെളിയിച്ചു അല്ലെ. അപ്പൊ സരള ഹാർമോണിക് മോഷൻ ആണ് കണ്ടീഷൻ എന്തായിരുന്നു? അതിന്റെ ത്വരണം സ്ഥാനാന്തരത്തിന് പ്രൊപ്പോർഷണൽ ആണ്. ഇതിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. വേണമെങ്കിൽ ഈ ഇക്വേഷൻസ് ഒക്കെ എന്താ പറയാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതില് ഒരു ഇപ്പോ എക്സ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് 5 കോസ് 2 പൈ ടി പ്ലസ് 5 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്നിട്ട് അതിൽ ആയത് എത്രയാണെന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ എല്ലാ ഇക്വേഷൻസും മനസ്സിലാക്കി വെക്കുക. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഇക്വേഷൻസും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോ സരള ഹാർമോണിക ചലനം അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അവിടെയുള്ള ത്വരണം എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തിനോട് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ്. അത് ഒരിക്കലും മറക്കാതിരിക്കുക. പിന്നെ ഇതിന്റെ സ്ഥാനാന്തരത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വെലോസിറ്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്,
ആക്സിലറേഷനെ എങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കും. അപ്പൊ നമുക്ക് ഇനി എന്താ അടുത്തത് പറയുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് കോണീയ ആവൃത്തി, പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം ഒക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഗതികോർജമാണ്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഗതികോർജത്തെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് k ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെറിവേഷൻ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് മതി, ഇക്വേഷൻ മതി. അപ്പോ സിമ്പിൾ ഹാർമോണിക് മോഷനെ അല്ലെങ്കിൽ സരള ഹാർമോണിക ചലനത്തിന്റെ ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇതിൽ നോക്കൂ, സ്ഥാനാന്തരം മാക്സിമം ആവുമ്പോൾ എന്ത് വരും, ഗതികോർജം 0 ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഒരു സിമ്പിൾ പെൻഡൽ എടുക്കാന്ന് വിചാരിക്കുക. ഇത് ഇവിടുന്ന് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഈ മീൻ പൊസിഷനിലേക്ക് തന്നെ എത്തും അല്ലെ. വീണ്ടും ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തും. ഇവിടെ സ്ഥാനാന്തരം മാക്സിമം ആവാന്ന് പറഞ്ഞാൽ ഈ മീൻ പൊസിഷനിൽ ഈ ഒരു പോയിന്റിലേക്ക് അല്ലെ. ആ സമയത്ത് ഈ പോയിന്റിൽ എത്തുമ്പോൾ ഗതികോർജം 0 ആയിരിക്കും. എന്നാൽ സ്ഥിത ബിന്ദുവിൽ ഗതികോർജം മാക്സിമം ആയിരിക്കും. ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങോട്ട് നിൽക്കും അല്ലെ. ഈ ഒരു ഓസിലേഷൻ ഇവിടെ പോയിട്ട് ഇവിടെ നിൽക്കും, പിന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇങ്ങനെ പോയി നിൽക്കുന്ന പോയിന്റില് അവിടെ എന്താണ്, അവിടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്ന് പറയുന്നത് 0 ആണ്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ഇനി സ്ഥിതികോർജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്, യു ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇതിന്റെ ഒന്നും ഡെറിവേഷൻ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻസ് എന്താണെന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഈ കേസിലാണെന്നുണ്ടെങ്കിലോ ഈ ഒരു പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം മാക്സിമം ആയിരിക്കും. കാരണം ഈ ഒരു നമ്മൾ ബോബ് എന്നാണ് പറയാറ് ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഒക്കെ, അത് ഇങ്ങനെ വന്ന് ഓസിലേറ്റ് ചെയ്തിട്ട് ഈ മെയിൻ പൊസിഷനിലേക്ക് തന്നെ വരും അല്ലെ. അപ്പോ ഈ പൊസിഷനിൽ എത്തുന്ന സമയത്ത് അതിന്റെ സ്ഥാനം കൊണ്ടുള്ള ഒരു ഊർജം ആണ് എന്ത്, സ്ഥിതികോർജം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുക എപ്പോഴാണ്, സ്ഥാനാന്തരം കൂടിയ പോയിന്റിലാണ്. ഇനി സ്ഥിതികോർജം മാക്സിമം ആയിരിക്കുക നമ്മൾ പറഞ്ഞു സ്ഥാനാന്തരം കൂടിയ പോയിന്റിലാണ്. ഇനി സ്ഥിതികോർജം 0 ആണെങ്കിലോ, 0 ആവുന്നത് സ്ഥിത ബിന്ദുവിലാണ് അല്ലെങ്കിൽ ഇതിന്റെ ഇക്ലിബ്രിയം പോയിന്റിലാണ് എന്തുണ്ടാവുക, പൊട്ടൻഷ്യൽ എനർജി 0 ആവുക. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗതികോർജവും സ്ഥിതികോർജവും വരുന്നത്. ഇനി നമ്മള് ഈ പൊട്ടൻഷ്യൽ എനർജി അതുപോലെ തന്നെ കൈനറ്റിക് എനർജി രണ്ടും കൂടെ ചേർത്ത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനനുസരിച്ച് കൈനറ്റിക് എനർജി മാക്സിമം ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും, കൈനറ്റിക് എനർജി മാക്സിമം ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആയിരിക്കും അല്ലെ. അപ്പൊ അതിന് രണ്ടിനെയും കൂടെ ചേർത്ത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രാഫ് ഇങ്ങനെയാ വരിക. അതായത് ഒന്ന് 0 ആവുന്ന സമയത്ത് മറ്റൊന്ന് മാക്സിമം, മറ്റൊന്ന് 0 ആവുന്ന സമയത്ത് ഇത് മാക്സിമം വാല്യൂ. അതാണ് ആ ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി മാക്സിമം ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുമ്പോൾ കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. അപ്പൊ അതാണ് ആ ഗ്രാഫിന്റെ പ്രത്യേകത. ഗ്രാഫായിട്ട് അങ്ങനെ ചോദിക്കുവോ എന്താ ഒന്നും അറിയില്ല. പക്ഷെ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, ഇതാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇനി നമുക്ക് ടോട്ടൽ എനർജി അല്ലെങ്കിൽ ആകെ മൊത്തമുള്ള ഊർജം, ഈ സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ആകെ മൊത്തം ഉള്ള ഊർജം കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഗതികോർജത്തെയും ഈ സ്ഥിതികോർജത്തെയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും, ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇവിടെ നോക്കൂ, ഇത്രയും ടേംസ് എന്താണ്, കോമൺ ആണ് അല്ലെ. അപ്പൊ നമ്മള് അതെന്ത് ചെയ്യും, അതുപോലെ എടുത്തെഴുതും, ഹാഫ് കെ എ സ്ക്വയർ. ബാക്കി എന്താ വരിക, സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. അതിന് നമ്മൾ തീറ്റ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ ഈ ഒരു ഫോമിൽ വരും അല്ലെ. ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്, 1 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്താണ്, 1 വരും. അപ്പൊ നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ ആയിട്ട് മാറും.
അപ്പൊ കൈനറ്റിക് എനർജി അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കാണാനുള്ള ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിന്റെ ത്വരണം, പ്രവേഗം, ആവൃത്തി, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, സ്ഥാനാന്തരം, ഇത്രയും കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി എന്താ പറയുന്നത് നോക്കാം. ഇത്രയാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ രണ്ട് എക്സാമ്പിൾ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ രണ്ട് എക്സാമ്പിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എം മാസ് ഉള്ള ഒരു ബോബ്. ബോബ് എന്ന് പറയുന്നത് ഒരു നമ്മളിപ്പോ +1 +2 എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ബോബ് എന്താണ്, ഒരു അറ്റം ഉറപ്പിച്ചിട്ടുള്ള L നീളമുള്ള നൂലിന്റെ മറ്റേ അറ്റത്ത് ബന്ധിച്ച്, അതായത് ഒരു L ലെങ്ത് ഉള്ള ഒരു നൂലിന്റെ ഒരു അറ്റത്ത് ഒരു ബോബ് കെട്ടിയിട്ടുണ്ടായിരിക്കും. അതിന്റെ അതർ എൻഡ് അല്ലെങ്കിൽ മറ്റേ എൻഡ് എന്താണ്, അത് ഫിക്സ്ഡ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇരുവശങ്ങളിലേക്കും സ്വതന്ത്രമായി ചലിക്കാൻ അനുവദിക്കുന്നു. അപ്പൊ ഈ ഒരു ബോബിനെ രണ്ടു വശത്തേക്ക് നമ്മൾ അതായത് ഓസിലേറ്റ് ചെയ്യിക്കുന്നു എന്ന് സാരം. ഈ സംവിധാനമാണ് സിമ്പിൾ പെൻഡുലം. അങ്ങനെ ഒരു പോയിന്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള L ലെങ്ത് ഉള്ള ഒരു നൂലില് ഒരു ബോബ് കെട്ടിയിട്ട് അത് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിനെ നമുക്ക് എന്ത് പറയാം, സിമ്പിൾ പെൻഡുലം എന്ന് പറയാം. ഇതിന്റെ ആവർത്തന കാലം അല്ലെങ്കിൽ പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്, 2π/ω. എന്താണ്, 2π/ω. അതിനെ നമുക്ക് 2π√L/g എന്നും കൂടെ റെപ്രസെന്റ് ചെയ്യാം. ടൈം പീരിയഡിനെ 2π × √L/g എന്നും കൂടെ റെപ്രസെന്റ് ചെയ്യാം. ഈ സമവാക്യം സരള ഹാർമോണിക ചലനത്തിന്റെ ആവർത്തന കാലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2π × √L/g എന്നുള്ളതാണ്. ഇപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷന് ഒരു ഉദാഹരണമാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2π × √L/g എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ഈ ഒരു പോർഷനിൽ വരുന്നുള്ളൂ. അല്ലാതെ ഇതില് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡെറിവേഷൻസ് ഒന്നും നമുക്ക് റിട്ടൺ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം അല്ലല്ലോ. അപ്പൊ നമുക്ക് ഡെറിവേഷനിലേക്കൊന്നും അത്ര ഡീപ്പായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. പുറമേ ഉള്ള ചോദിക്കാൻ ഒരു MCQന് ചോദിക്കാൻ പാകത്തിനുള്ള, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളെ നമ്മൾ അതിന്ന് എടുത്ത് പഠിക്കേണ്ടതുള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. ഒരു ഘടികാരത്തിന്റെ പെൻഡുലം ഒരു സെക്കൻഡ് ഇടവിട്ട് ടിക് ടിക് ശബ്ദം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അതിന്റെ നീളം എത്രയായിരിക്കും? അപ്പൊ ഒരു സെക്കൻഡ് വിട്ടിട്ടാണ് ആ സൗണ്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഒരു സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡിൽ സൗണ്ട് ഉണ്ടാക്കി, മൂന്നാമത്തെ സെക്കൻഡ് വിട്ട് നാലാമത്തെ സെക്കൻഡിൽ സൗണ്ട് ഉണ്ടാക്കി, അഞ്ചാമത്തെ സെക്കൻഡ് വിട്ടിട്ട് ആറാമത്തെ സെക്കൻഡിൽ സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ ആ സൗണ്ട് ഉണ്ടാക്കുന്നത് 2, 4, 6, 8 എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ട് വരുന്ന പെൻഡുലത്തിനാണ് നമ്മൾ സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇടവിട്ട് ടിക് ടിക് ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ നീളം കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ ടൈം പീരീഡും നീളത്തിനെയും കൂടെ കണക്ട് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ ആണ് 2π × √L/g എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ടൈം പീരീഡ് തന്നിട്ടുണ്ട്, G നമുക്കറിയാം, L ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, ചെറുതായിട്ടൊന്ന് മാറ്റണം. അപ്പൊ T² = 4π² × L/g എന്ന് എഴുതാം. ഇതിന്ന് L എന്ന് പറയുന്നത് GT² / 4π² = L അല്ലെ. Lന്റെ ഇക്വേഷൻ GT² / 4π² ആയിരിക്കും. ഇനി ഇതില് ടിയുടെ വാല്യൂ 2 സെക്കൻഡ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ 9.8 ആണ് നമുക്കറിയാം. ജി എന്ന് പറയുന്നത് അതിൽ ടിയുടെ 2 ആണെന്നുള്ള വാല്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 0.994 മീറ്റർ കിട്ടും, അതായത് 1 മീറ്റർ. അപ്പൊ അങ്ങനെ സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയാണ്, 1 മീറ്റർ നീളമാണ്. അതിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ്. അങ്ങനെ 2 സെക്കൻഡ് ടൈം പീരീഡ് വരുന്നതിനാണ് നമ്മൾ സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത്. അത്തരം ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിക്സ് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് ബോബ് കണക്ട് ചെയ്ത ആ ഒരു ലെങ്ത്, അതാണ് L ലെങ്ത്. അതെന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഒരു പ്രോബ്ലം വഴി കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇത് ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തെടുത്തിട്ട് ടിക്ക് പകരം ആ ഒരു വാല്യൂ എടുക്കാനേ ഉള്ളൂ. അപ്പോ ഇതുപോലെ അല്ലെങ്കിൽ ഇക്വേഷൻ എന്താന്നൊക്കെ ചോദിക്കും. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്താണെന്ന് ചോദിക്കുന്നത് T =
2π/√L/G എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 2π × √G/L എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ 2π√G/L എന്ന് ചോദിക്കും. അങ്ങനെ വെച്ചാൽ ഇതും കറക്റ്റ് ആണ് കേട്ടോ. അതാ L/G എന്നുള്ളത് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ G/L എന്ന് എഴുതാം. അപ്പൊ ആ ഒരു ഇക്വേഷനും കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും നമുക്ക് ഈ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് പ്രീവിയസ് PSCകളിലൊക്കെ എങ്ങനെയാണ് ഫിസിക്സുമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. പിന്നെ നമുക്കറിയാം HSC ഫിസിക്കൽ സയൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആകെ നമുക്ക് 2016 അതിന് തൊട്ട് മുമ്പ് നടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ എക്സാമുകളിൽ ചോദിക്കാൻ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ സിമ്പിൾ പെൻഡുലം ഒരു എക്സാമ്പിൾ പറഞ്ഞു. എന്തിന്റെ? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ സരള ഹാർമോണിക് ചലനത്തിന്റെ ഒരു എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം ആയിട്ട് പറഞ്ഞു. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് സ്പ്രിങ് എന്ന് പറയുന്നത്. സ്പ്രിങ് ഇതുപോലെ തന്നെയാണ്, ഒരു പോയിന്റിൽ ഫിക്സ്ഡ് ആണ്. പിന്നെ സ്പ്രിങ്ങിന്റെ മറ്റേ ഭാഗത്ത് ഒരു എം മാസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ആവൃത്തി എന്ന് പറയുന്നത് K/M ആണ്. ടൈം പീരീഡ് 2π × √M/K. ഈ രണ്ട് ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്, x = 0. ഇത് ഈ സ്പ്രിങ് ഒന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ +A-ന്റെയും -A-ന്റെ ഇടയിൽ ഇത് കിടന്നിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ഇതും എന്താണ്? SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ സരള ഹാർമോണിക ചലനത്തിന്റെ എക്സാമ്പിൾ ആണ് ഇത് സ്പ്രിങ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഒമേഗ എന്ന് പറയുന്നത് K/M ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ T എന്ന് പറയുന്നത് 2π/ω ആണ് അല്ലെ. 2π/ω ആണ്. ഇനി T = ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ K/M എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ω² ആണ് K/M, അല്ലെങ്കിൽ ω = √K/M എന്നുണ്ട്. ω = √K/M എങ്കിൽ ω എന്നുള്ളതിന് പകരം √K/M എന്ന് എടുക്കാം. ഇനി ആ ഡിനോമിനേറ്റർ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ M/K എന്ന് വരും. 2π × √M/K. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ω = √K/M ആണ് കേട്ടോ. അപ്പൊ ടൈം പീരീഡ്, സ്പ്രിങ്ങിന്റെ ടൈം പീരീഡ് 2π × √M/K ആണ്. എന്നാൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് T = 2π × √L/G ആണ്. മാറിപ്പോവാതെ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോ പഠിക്കാൻ കുറച്ച് ഇക്വേഷൻസ് ആണുള്ളത്. ആ ഇക്വേഷൻസ് നല്ലപോലെ പഠിക്കുക. പിന്നെ അതിന്റെ വെലോസിറ്റിയും ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയാണ് റിലേഷൻ ഉള്ളതും, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ടോട്ടൽ എനർജി എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഇന്നത്തെ ക്ലാസ് നല്ലപോലെ പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാനുണ്ട്. അതിന് ഈ ഒരു ക്ലാസ് തറവായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സ്വന്തം അത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു തിയറി ഒന്ന് രജിസ്റ്റർ ആവാതെ തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനോട് ഒരു എന്താ പറയാ, ഒരു താല്പര്യമില്ലാത്ത പോലെ ആയിട്ടേ മാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക് ഒന്ന് പഠിച്ചതിന് ശേഷം ഇതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ HSC ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻസ് വരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.